വേദിയിലും സദസ്സിലുമുള്ള അതിനിടയിലെ പ്രിയപ്പെട്ടവരെ, DYFI ബ്ലോക്ക് സമ്മേളനത്തോടനുബന്ധിച്ച് നടത്തുന്ന ഈ സാംസ്കാരിക പരിപാടിയിലേക്ക് എന്നെ വിളിച്ചതിൽ വലിയ സന്തോഷമുണ്ട്. പെയ്ത് തീരാത്ത ഈ പാട്ടരങ്ങിലേക്ക് വരാനും എന്റെ രണ്ടു വാക്ക് എനിക്ക് പറയാനൊക്കെ അവസരം ഉണ്ടാക്കി തന്ന എന്തായാലും നന്നായി. കാരണം ഇടതുപക്ഷ ശക്തികൾ എക്കാലത്തും സാംസ്കാരിക രംഗത്തെ കാര്യമായി പരിഗണിച്ചിട്ടുണ്ട്. അല്ലെങ്കിൽ കലാകാരന്മാര് കാര്യമായിട്ട് ഗവനിച്ച ഒരു പ്രസ്ഥാനമാണ് ഇടതുപക്ഷ പ്രസ്ഥാനം. കേരളത്തെ ഇമാതിരി മാറ്റിമറിച്ചതിൽ കലാകാരന്മാർക്ക്, സർഗശക്തികൾക്ക് വലിയ പങ്കുണ്ട്. എന്തുകൊണ്ടാണ് കേരളത്തിൽ ഒരു കൊച്ചുനാട്ടിൽ ഒരു കമ്മ്യൂണിസ്റ്റ് ഗവൺമെന്റ് ഉണ്ടായത്? ഈ കൊച്ചുനാട് എങ്ങനെയാണ് ചുവന്നത് എന്ന് ഇന്ത്യയിലുള്ള ആളുകളെ മാത്രമല്ല അമ്പരിപ്പിച്ചത്. അത് ലോകത്ത് എമ്പാടുമുള്ള പിന്തിരിപ്പന്മാരെ ഭയപ്പെടുത്തി. അവർ വലിയ അന്വേഷണം നടത്തി. അവര് CA പോലുള്ള സംഘടനകൾ കേരളത്തിൽ വന്നു തന്നെ നേരിട്ട് അന്വേഷണങ്ങൾ നടത്തി. അവർക്ക് മനസ്സിലായത് കേരളത്തിലെ 3-4 നാടകങ്ങളാണ് കേരളത്തെ മാറ്റി മറിക്കാൻ ഇടയാക്കിയതെന്നാണ് അവർ കണ്ടെത്തിയത്. മലബാറിലെയും തിരുവിതാംകൂറിലെയും മധ്യ കേരളത്തിലെയും നാടകങ്ങൾ നിങ്ങൾ എന്നെ കമ്മ്യൂണിസ്റ്റാക്കി ചില മനസ്സിനാവാൻ നോക്കുക, അടുക്കളയിൽ നിന്ന് അരങ്ങെത്തിക്ക് തുടങ്ങിയ നാടകങ്ങൾ. പാട്ടബാക്കി എന്ന നാടകത്തിന് EMS നമ്പൂതിരിപ്പാടാണ് ബാക്കിൽ നിന്ന് അല്പം മിക്കുണ്ടായിട്ട് പോലെ സ്ക്രിപ്റ്റ് വായിച്ചു കൊടുത്ത് നമ്മൾ കേട്ടിട്ടുണ്ട്. പ്രേംജിയും MRBയും ഒക്കെ അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് സ്ത്രീകളെ കൊണ്ടുവന്നു. അങ്ങനെ ഈ വലിയ നാട്ടില് ജാതി മതത്തിനതീതമായിട്ട്, ജാതി സംഘടനകൾക്കെതിരായിട്ട് സ്വന്തം ജാതിയിലെ മനുഷ്യർ തന്നെ കൊടുമ മുറിച്ച്, പൂണൂല് മുറിച്ച് സാധാരണ മനുഷ്യരുടെ ജീവിതഗതിയിലേക്ക് ഇറങ്ങിത്തിരിക്കാൻ കാരണമാക്കിയത് സർഗാത്മകതയുള്ള മനസ്സുകളാണ്. എവിടെ സർഗാത്മകത ഇല്ലാതാകുന്നു അതവിടെ കച്ചവട സ്ഥാപനമായിട്ട് മാറുകയാണ് പതിവ്. എന്തുകൊണ്ട് നമ്മുടെ മതങ്ങളെല്ലാം സർഗാത്മകത ഇല്ലാതായി? അവർ കച്ചവട സ്ഥാപനങ്ങളാണല്ലോ എന്നാണ് അതിനുള്ള ഒരു മറുപടി. എന്തായാലും ഇവിടെ പാട്ടിന്റെ അരങ്ങ് ഒഴുകുകയാണ്. നമ്മളൊക്കെ ഒരുപാട് പാട്ടുകൾ കേട്ടിട്ടുണ്ട്. ഈ പാട്ടുകളുടെ തുടക്കം എവിടെ നിന്നാണ്, മലയാള സംഗീതം എവിടെ നിന്നാണ് നമ്മൾ അധികം ആലോചിച്ചിട്ടില്ല. ആലോചിച്ച് ചെല്ലുമ്പോൾ നമുക്ക് മനസ്സിലാകുന്ന ചെറിയ ചില വേദനയുള്ള പാട്ടുകളുണ്ട്, നമ്മൾ അമ്പരിപ്പിക്കുന്ന. അപ്പൊ ഞാൻ കവിയാണ്, ഞാൻ സിനിമയിൽ പാട്ട് എഴുതുന്ന ആളാണ്. പക്ഷേ നമ്മൾ എഴുതുന്ന പാട്ടിൽ, നമ്മൾ എഴുതുന്ന കവിതകളിൽ എത്രമാത്രം ആത്മാർത്ഥതയുണ്ട് എന്ന് നമ്മൾ അന്വേഷിക്കാറുണ്ടോ? ഇവിടെ കവിത എഴുതുന്ന ഒരാളും സ്വന്തം ജീവിതമല്ല പകർത്തിയത്, സ്വന്തം നാടിന്റെ ജീവിതവുമല്ല അവര് എഴുതി കാണിച്ചത്. എല്ലാ ദുഃഖങ്ങളും അവരിലൂടെയാണല്ലോ എന്നാണ് പല കവിത വായിക്കുമ്പോഴും നമുക്ക് തോന്നുന്നത്. ദുഃഖത്തിന്റെ തീവണ്ടി തന്റെ തലയിലൂടെ മാത്രമാണ് ഓടുന്നതെന്നും ചില കവിതകൾ വായിച്ച് നമുക്ക് തോന്നും. അതിനപ്പുറത്തായിരുന്നു പഴയ ആളുകളുടെ ഒരു ജീവിതത്തിന്റെ, ഒരു ദേശത്തിന്റെ, പച്ച മനുഷ്യരുടെ പാട്ടുകളാണ്. അവര് വെളിമുറമ്പുകളിലും പാടപ്രദേശങ്ങളിലും ഞാറുനടുമ്പോഴും കൊയ്യുമ്പോഴൊക്കെ പാടിയ പാട്ടുകൾ, അതിൽ അവരുടെ സത്യസന്ധമായ അനുഭവം ഉണ്ടായിരുന്നു നമുക്ക് അറിയാം. എള്ളുണങ്ങണ എണ്ണക്കി പുല്ലുണങ്ങണ തിരിയിനായി ചെറുമച്ചക്കൻ ചേറിൽ നേറണ പല്യത്താരുടെ പള്ളക്കി എന്ന് ഒരു സവർണനും അവർണ എഴുതി കൊടുത്തതല്ല. അവന്റെ ജീവിതത്തിന്റെ ദുരിതങ്ങളിൽ നിന്ന് അവൻ കണ്ടെത്തിയ വാക്കുകളാണ്. പേനയും കടലാസും അറിയാതെ, ഓലയും എഴുത്താണിയും അറിയാതെ അവൻ ഉണ്ടാക്കിയ പാട്ടുകളാണ്. എള്ളുണങ്ങുന്നത് എണ്ണയാട്ടി എടുക്കാനാണെന്നും പുല്ലുണങ്ങുന്നത് തീപ്പൂട്ടാനാണെന്നും അവനറിയാം. പക്ഷേ ഞാൻ നിന്ന് നീറുന്നത്, ഞാൻ നിന്ന് കത്തുന്നത് അന്യരുടെ, മാറ്റാരുടെ, സവർണരുടെ പറയും നിറയ്ക്കാനാണല്ലോ എന്ന ജീവിത വ്യഥ അവനെ പാട്ടെഴുതാൻ പ്രേരിപ്പിച്ചു എന്നുള്ളതാണ്. എഴുതാനല്ല, അത് ചൊല്ലാൻ. കാരണം അവന് അക്ഷരങ്ങൾ അറിയില്ല.
പൂരത്തിൽ നല്ലൊരു പൂരം, പൊങ്ങണത്തെ പൂരം, പൂരത്തിന്റെ പിന്നാലെ ചെന്ന പട്ടന്മാരും തല്ലും, കള്ളില് നല്ലൊരു കള്ള്, അന്തിക്കേട്ടെ കള്ള്, കള്ളിത്തിരി ഉള്ളി ചെന്ന പട്ടന്മാരൻ തല്ലാം എന്ന് പാടിയത് അവരാണ്. ഒരു പട്ടന്മാരും തല്ലിയിട്ടല്ല, ഉത്സവത്തിന്റെ പിറകെ പോയ അടിയിട്ടുന്ന കൂട്ടരാണ്. പക്ഷെ പാട്ടുകൊണ്ടാണ് അടി, സാഹിത്യം കൊണ്ടാണ് അവരടിച്ചത്. അവരാരും കേൾക്കാതെ, ദൃഷ്ടിയിൽ പെട്ടാൽ ദോഷമുള്ള ആളുകള്, തൊട്ട് തീണ്ടിയാൽ മുടിയുമെന്ന് കരുതുന്ന ആളുകൾ കേൾക്കാതെ അവര് ഉറക്കെ പാടിയ പാട്ടുകൾ. തേങ്ങളെ കുത്തിയാലും ചോരയില്ല ചോര, നിങ്ങളെ കുത്തിയാലും ചോരയില്ല ചോര എന്ന കവിത അവരുണ്ടാക്കിയതാണ്. ആ കവിതയോളം പോകുന്ന ഒരു കവിത, കാലത്ത് അതിജീവിക്കുന്ന ഒരു കവിത വേറെ ഇല്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം അസമത്വങ്ങൾ എക്കാലത്തും ഉള്ളിടത്തോളം കാലം നിലനിൽക്കുന്ന പാട്ടുകളാണ്. കാരണം ഉയർന്നു നിൽക്കുന്ന, നമ്മളെ ഭരിക്കുന്ന അധികാരി വർഗത്തോടും അതുപോലെ നമ്മളെ മനുഷ്യരല്ലാതെ കാണുന്ന ആളുകളോട് വിളിച്ചതെന്ന് പറയാം, നിങ്ങളെ കുത്തിയാലും ചോരല്ല ചോര, നിങ്ങളെ കുത്തിയാലും ചോരല്ല ചോര, നമ്മൾ മനുഷ്യരല്ലേ എന്നുള്ള അത്തരം മുദ്രാവാക്യ കവിതകൾ. ഇതൊക്കെ ഉണ്ടാക്കിയത് പഴയ കാലത്ത് ആളുകൾ തന്നെയാണ്. അവരുണ്ടാക്കിയ താളത്തിലാണ് നമ്മുടെ ഇന്നത്തെ പാട്ടുകൾ ഒഴുകി വരുന്നത്. നമ്മളിന്ന് ഈ TV-യിൽ കാണുന്ന പാട്ടുകൾ, CD-യിൽ കേൾക്കുന്ന പാട്ടുകളൊക്കെ അതിന്റെയൊക്കെ താളം അവരുണ്ടാക്കിയതാണ്. ആന്ധ്രയില് പാടത്ത് പുല്ല് തലയിൽ വെച്ച് പോകുന്നവര് പെൺകുട്ടി മൂളിയ രാഗമാണ് തോടി രാഗമെന്ന് അറിവുള്ളവർ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്. അച്യുതാ തുയിലുണരേണം, ഗോവിന്ദ തുയിലുണരേണമെന്ന് പാണ സമുദായത്തിലുള്ള ആളുകൾ ദൈവത്തെ തുയിലുണർത്തുമ്പോൾ എല്ലാ രാഗങ്ങളും ഉണ്ടായിരുന്നു അതിൽ. അവരൊന്നും ചിട്ടപ്പെടുത്തിയിട്ടില്ല എന്നേ ഉള്ളൂ. നമ്മുടെ കൃഷിപ്പാട്ടുകളിലും, നമ്മുടെ തോറ്റം പാട്ടുകളിലും, നമ്മുടെ എല്ലാ അനുഷ്ഠാന പാട്ടുകളിലും രാഗങ്ങൾ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. അപ്പോ നമ്മൾ പാട്ടുകൊണ്ട് പടയൊരുക്കിയ ഒരു കൂട്ടരാണ്. നമ്മുടെ വിപ്ലവഗാനങ്ങളുടെ കരുത്ത് മറ്റൊരു ശാഖയ്ക്കുണ്ടോ എന്ന് നമ്മൾ സംശയിക്കണം. അത് കേട്ടാണ് നമ്മൾ ഉണർന്നത്. ഞാറ്റുപാട്ടിന്റെ ഈണം കേട്ടാണ് മലയാളം ഉണർന്നത് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ഇവിടെ പാട്ടരങ്ങാണ്, ഒരുപാട് ആളുകൾ ഇവിടെ പാടുന്നുണ്ട്. ഏതായാലും നമ്മുടെ ഈ പാട്ട്, പുതിയ പാട്ട്, മലയാളത്തിന്റെ പുതുതനിമ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാലമാണ്. ഇനി മലയാളത്തെ പാടിയാൽ ആളുകൾക്ക് അറിയൂ, മനസ്സിലാവൂ എന്ന് നമ്മൾ ഓരോ നിമിഷവും വിഷമിച്ചുകൊണ്ടിരിക്കുകയാണ്. ചേക്കേലാടിക്കുന്നുണ്ട് തെയ്യം താരോ, ചെമ്പാട്ടു വീശുന്നുണ്ട് തെയ്യം താരോ, ചെമ്പാവോ പാടത്ത് ചതനും നീലിയും തമ്പ്രാമ്പാടിക്ക് ചെന്നേ തെയ്യം താരം, തകതാര തകതിമി താര തകതി താര തകതിമി തൈ, തകതാര തകതിമി താര തകതി താര തകതിമി തൈ. പുട്ടിലൂറും പരിച്ചേ തെയ്യം താരോ, വട്ടിവാലം തിരിഞ്ഞേ തെയ്യം താരോ. ഇത് പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ പാടിയത്. പൊട്ടില് റുമ്പരിച്ചേ തെയ്യം താരോ, വട്ടി വലം തിരിഞ്ഞേ തെയ്യം താരോ എന്ന് നമ്മുടെ സ്കൂളിലെ ടീച്ചർമാരോട് നമ്മുടെ കുട്ടികൾ ചോദിച്ചാൽ, ടീച്ചർ എന്താണ് ഈ പുട്ടില് എന്ന് ചോദിച്ചാൽ നമ്മുടെ ടീച്ചർമാർ വട്ടം തിരിയും. കാരണം മലയാളത്തില് അത്തരം വാക്കുകൾ ഇല്ലാതായി കഴിഞ്ഞിരിക്കുകയാണ്. കുട്ടികൾ നമുക്കറിയാവുന്ന ചിലരുണ്ടാവും പ്രായ ആൾക്കാർ. എന്താണ് കുട്ടിലെന്ന് വെച്ചാൽ, നമ്മുടെ അമ്മമാര് അമ്മായിമാര് പഴയകാലത്തെ പാടങ്ങളിൽ നിന്നിട്ട് പായ മടക്കി തലയിലിട്ട് വെയിലിൽ നിന്നും മഴയിൽ നിന്നും ഒന്നും കൂസാതെ അവർ ഈ പുട്ടിലിന്റെ താഴെ നിന്നാണ് ഞാറ് നട്ടിരുന്നത്. അപ്പൊ ടീച്ചർമാരോട് വെച്ച്, ടീച്ചർമാർ ഈ പുട്ടിൽ ഉറുമ്പരിച്ചു എന്നൊക്കെ പറയുമ്പോ അത് നമ്മുടെ ഈ പഴക്കം കൂട്ടി അടിക്കുന്ന പുട്ടിൽ ഉറുമ്പരിക്കാൻ സാധ്യതയുണ്ട് എന്നവര് പറയും എന്നുള്ളതാണ്. കാരണം മലയാളം നമ്മുടെ ടീച്ചർമാർക്കും നമ്മുടെ വിദ്യാർത്ഥികൾക്കും നമുക്കും അറിയാത്തൊരു കാലത്തേക്കാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. കാര്യം ഒരുപാട് കാരണങ്ങളുണ്ട്. നമ്മുടെ കുട്ടികൾ തന്നെ നമ്മുടെ വീട്ടുമുറ്റത്തേക്ക് വരുന്നവര് ഇംഗ്ലീഷ് മീഡിയം സ്കൂളിലേക്ക് ചാടി കയറിയിരിക്കുന്നു. പിന്നെ അവർക്ക് മലയാളം അറിയില്ല. പിന്നെ അവർ പാടുന്ന പാട്ട് റെയിൻ റെയിൻ ഗോയവേ റെയിൻ അങ്ങനെയാകുന്നു. നമ്മുടെ മലയാളത്തിന്റെ 10,000 പഴഞ്ചൊല്ലുകൾ നമ്മുടെ കുട്ടികൾക്ക് അറിയില്ല. ആയിരക്കണക്കിന് കടങ്കഥകൾ അവർക്ക് അറിയില്ല. അവർക്ക് നമ്മുടെ നാട്ടുപാട്ടുകളെ കുറിച്ച് അറിയില്ല, നാട്ടു സംസ്കാരത്തെക്കുറിച്ച് അറിയില്ല, നാട്ടറിവുകളെ അവര് ബാധിച്ചിട്ടേ ഇല്ല. അപ്പൊ നമ്മൾ കുറെ കൂടി കാലം കഴിഞ്ഞാല് നമ്മുടെ അവസ്ഥ എന്തായിരിക്കും?
എല്ലാവരും ഇപ്പൊ നമ്മുടെ കുട്ടികളൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്നത് ഐഡിയ സ്റ്റാർ സിംഗർ പോലുള്ള പരിപാടികളാണ്. അതിൽ ഏറ്റവും കൂടുതൽ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് രഞ്ജിനി ഹരിദാസാണ്. എങ്ങനെയുണ്ട് പുള്ളിക്കാരത്തിയുടെ മലയാളം? എന്താ ഏഷ്യനെറ്റ് ഒരു മലയാളം ചാനലല്ലേ? മലയാളം ചാനൽ നന്നായിട്ട് മലയാളമല്ലേ സംസാരിക്കുന്നത്? അവർ നല്ല അവതാരികയാണ്, എനിക്ക് സംശയമൊന്നുമില്ല. അവരിത് ഇംഗ്ലീഷ് ചാനലിൽ പോയിട്ട് വെട്ടി വരത്തുന്നത് ഇത് നമുക്ക് വേണമെങ്കിൽ ആലോചിക്കും, നന്നായിരിക്കും. പക്ഷെ ഇത് മലയാളം ചാനലാണ്. മലയാളം ചാനൽ മലയാളത്തിലാണ് നന്നായി സംസാരിക്കേണ്ടത്. അവർ മാത്രമാണോ കുഴപ്പക്കാരികൾ? അവരുടെ അനിയത്തിമാരുണ്ട് ഒരുപാട്. നിങ്ങൾ എവിടെ നിന്നാണ് ഇപ്പൊ വിളിക്കുന്നത്? അങ്ങനെയാണ് അവർ ചോദിക്കുന്നത്. നിങ്ങളിപ്പോ എന്റെ അടി ചെയ്തുകൊണ്ടിരിക്കുന്നത് കള്ളത്തരമാണത്, ചെവിട്ടടിക്കണവർ. കാരണം അതിന്റെ ഒരു ഉദ്ദേശമുണ്ട്. എനിക്ക് മലയാളം ശരിക്കും അരിയില്ല, കുറച്ച് അരിയാം. മലയാളം അറിയുന്നത് വളരെ മോശമാണ് എന്ന് നമ്മളെ ധരിപ്പിക്കലാണ്. ഈ കുറെ കഴിഞ്ഞാൽ രഞ്ജിനി ഹരിദാസന്മാരെ പോലെ സംസാരിക്കുന്നവരും ശശി തരൂരിനെ പോലെ സംസാരിക്കുന്ന ആളുകളെ കൊണ്ട് നമ്മുടെ കേരളം നാണം കെടുമെന്നാണ് എനിക്ക് പേടി. എല്ലാവരും ഞങ്ങളുടെ നാട് വാടാനപ്പള്ളിയുടെ അടുത്താണ്. വാടാനപ്പള്ളിക്കാരന്റെ സുഹൃത്തോടെ ഇരിക്കുന്നുണ്ട് ജ്യോതി. അവരുടെ നാട്ടിൽ ആദ്യം ഞാൻ 20 കൊല്ലം മുമ്പ് കേട്ടൊരു വർത്തമാനമുണ്ട്. മാടാനപ്പള്ളി മകുതിയുടെ മാള് മളഞ്ഞിട്ടമ്പ, എന്റെ മാള് കുട്ടത്തി. എനിക്ക് മനസ്സിലായില്ല. ഞാൻ എന്റെ അച്ഛമ്മയോട് കൂടി ചോദിച്ചു, അച്ഛമ്മ ഇങ്ങനെയാണോ പറഞ്ഞത്? അടാ ഞങ്ങളുടെ നാട്ടിലെ ആൾക്കാർ അങ്ങനെയൊക്കെ പറയും. അതെന്താ അതിന്റെ അർത്ഥം? അതിന്റെ അർത്ഥം വെച്ചാൽ മാടാനപ്പള്ളി ഭഗവതി വെച്ചാൽ വാടാനപ്പള്ളി ഭഗവതിയുടെ വാള് പോലെ വളഞ്ഞ് ക്ഷീണിച്ച ശരീരപ്രകൃതിയാണ് എന്റെ മകളായ കുട്ടത്തിക്കുള്ളത് എന്നാണ് അവർ പറഞ്ഞത്. അപ്പൊ അവിടെ അതൊന്നുമില്ല. എനിക്ക് പേടിഞ്ഞ അവരൊക്കെ കടപ്പുറത്തുള്ള ആളുകളടക്കം നമ്മുടെ നാട്ടുഭാഷ വേറിട്ട് കളയും രീതിയിൽ സംസാരിക്കുമെന്നാണ്. എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു കേൾക്കാൻ സുഖമുള്ള ഒരു കോഴിക്കോട് ഭാഷയാണ്. കോഴിക്കോട്ടുകളുടെ വർത്താനം കേൾക്കുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷം. ഞാനൊക്കെ ചെന്നവർ പറയും, ചന്ദ്രേട്ട നിങ്ങൾ വന്നത് ഭയങ്കര സർപ്രസ് ആയിട്ടോ, നിങ്ങൾ കീഞ്ഞാളിയോ 4 ദിവസം കഴിഞ്ഞിട്ട് പോയാൽ മതി കേട്ടോ. അവിടെ കല്ലറുക്കായുള്ള അയോധ്യ ഹോട്ടലുണ്ട്, അവിടെ നല്ല ടേസ്റ്റുള്ള ഫുഡൊക്കെ കിട്ടും കേട്ടോ. നമുക്ക് അങ്ങോട്ട് പോയിട്ട് ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് പോയാൽ മതി. രസമാണെന്ന് അറിയും. ഞങ്ങളുടെ നാട്ടിലത്തെ ആൾക്കാര് വായ്പ ചോദിക്കണത് എങ്ങനെയാന്ന് വെച്ചാല് തൃശ്ശൂർക്കാര് അവര് ഒരു 50 ഉറുപ്പിക മറയ്ക്കാൻ എന്നാണ് അവര് പറയാം. 50 ഉറുപ്പിക മറയ്ക്കാന്ന് ചോദിക്കാം. അവരെങ്ങനെയല്ല ഗോപാലേട്ട ഒരു 50 ഉറുപ്പിക ഉണ്ടാവും, എടുക്കാം, ഉണ്ടെങ്കിൽ മതി കേട്ടോ. നമ്മൾ 100 ഉറുപ്പിക എടുക്കും, കാരണം 50 ഉറുപ്പിക ഡയലോഗിനാണ്. അതുപോലെ ഓരോ നാട്ടിലെ ആളുകൾ ഇപ്പൊ കുറച്ചുകൂടി വടക്കോട്ട് പോയിട്ട് നമ്മള് ബസ് സ്റ്റോപ്പിൽ തൊട്ട് താനൂർക്ക് വണ്ടി കിട്ടുമോ എന്ന് ചോദിച്ചാൽ ഉണ്ടെന്ന് അർത്ഥം. എന്താ സംശയം എന്നർത്ഥം. അപ്പൊ അത്തരം നാട്ടുവർത്തമാനങ്ങൾ, നന്മ നിറഞ്ഞ കാര്യങ്ങൾ, സത്യസന്ധരായ മനുഷ്യര്. ഇപ്പൊ ഏറ്റവും വലിയ സിറ്റി എന്ന് പറയുന്നത് എവിടെയാണ്? മെട്രോ സിറ്റിയാണ് കൊച്ചി. കൊച്ചിയില് പെണ്ണുങ്ങളൊക്കെ നടക്കുന്നതാണ് നമുക്ക് തമാശ തോന്നും, അല്ലെങ്കിൽ രസം തോന്നും. വളരെ വൃത്തിയുള്ള ആളുകളാണ്. നല്ല വില കൂടിയ ഡ്രസ് ഏറ്റവും ചുരുങ്ങിയ അളവിലെടുത്തിട്ട് അതുകൊണ്ട് തയ്പ്പിച്ച് അവർ ആടി നടക്കണം. അവർ പുരുകം പ്ലക്ക് ചെയ്തിട്ടുണ്ടായിരിക്കും. അത് ക്ലിക്ക് ചെയ്തിട്ടുണ്ടെന്ന് അവർ നോക്കുകയും ചെയ്യും. അങ്ങനെ ആടിയിട്ട് അവരങ്ങനെ പോകുന്ന സമയത്തും ഒരു മൊബൈൽ ഫോൺ ശബ്ദിച്ചാൽ അവരങ്ങ് ചെവിയോട് ചേർത്ത് വെക്കും. എന്നിട്ട് പറയും, നിങ്ങളെങ്ങോട്ട് വഹിച്ചു മര്യാദ. എത്ര പഠിച്ചു കളഞ്ഞാലും ചായം തെച്ചാലും മായാത്ത അവരുടെ വർത്തമാനങ്ങൾ. അതാണ് നഷ്ടപ്പെടാൻ പോകുന്നത്. നമ്മുടെ കുട്ടികള് പഴഞ്ചൊല്ലുകൾ അറിയാത്ത, അല്ലെ? എനിക്ക് പഴഞ്ചൊല്ല് പറഞ്ഞു തന്നത് എൻ്റെ ഒരു മുത്തശ്ശിയാണ്. ആ മുത്തശ്ശിക്ക് പഴഞ്ചൊല്ലും കടങ്കവിതകളും നാട്ടുപാട്ടുകളൊക്കെ പറഞ്ഞു കൊടുത്ത അവരുടെ മുത്തശ്ശിയാണ്. അവരുടെ മുത്തശ്ശിക്ക് അവരുടെ മുത്തശ്ശിയാണ്. അങ്ങനെ തലമുറയുടെ വരദാനമായിട്ട് വാമഴയിലൂടെ ഒഴുകി വന്ന മലയാളത്തിന്റെ മുത്തുകള് നമുക്ക് നഷ്ടപ്പെടാൻ പാടില്ല. നമുക്ക് തിരിച്ചു പിടിക്കണം നമ്മുടെ സാഹിത്യത്തെ. 2 ദിനം കൊണ്ടൊരുത്തനെ തണ്ടിലേറ്റി നടത്തുന്നതും ഭവാൻ എന്ന ഭൂദാനം പറഞ്ഞ ഓരോ വരികളും അർത്ഥവത്താണ്. മലയാളത്തിന്റെ ശക്തിയായിട്ട് നിലകൊള്ളുകയാണ് ചെറുശ്ശേരിയുടെ മലയാളം. നമ്പ്യാരുടെ ഓട്ടംതുള്ളലിന്റെ പ്രസക്തി, പച്ച മലയാളത്തിലുള്ള പ്രസക്തി ഇന്നും നഷ്ടപ്പെടാതെ നമ്മുടെ ഉള്ളിൽ നിൽക്കുകയാണ്. കടമനിട്ടയുടെ പുതിയ കടമനിട്ടയുടെ താളക്കൊഴുപ്പുകൾ നമ്മുടെ ചെറുശ്ശേരി, ഇടശ്ശേരി, സച്ചിദാനന്ദൻ, KG ശങ്കരപ്പിള്ള, വലയന്തരൻ ചുള്ളിക്കാട് തുടങ്ങി ഇന്നോളം എഴുതിയ എഴുത്തച്ഛൻ തൊട്ട് ഇന്നത്തെ ഇവിടെ എഴുതുന്നൊരു കുട്ടി വരെ എഴുതിയ കവിതകൾക്ക് നാളെ എന്താണ് പ്രസക്തി? ഒരു തെരുവിൽ നിന്നുകൊണ്ട് നമുക്ക് പറയാനുള്ളത് ആളുകളെ ബോധ്യപ്പെടുത്താം എന്ന് കരുതി തുള്ളലിലൂടെ പാട്ടുകൾ അവതരിപ്പിച്ച ചെറുകാടിനെ, ഒരു മുരിങ്ങാച്ചോട്ടിലിരുന്ന് സ്വന്തം ലോകത്തെ കണ്ട ചെറുകാടിന്റെ പ്രസക്തി നാളെ എന്താവും? ഇന്ത്യയുടെ ദേശാഭിമാനത്തെക്കുറിച്ച്, ദേശീയ ബോധ്യത്തെക്കുറിച്ച് ചരിത്രം എഴുതിയ EMSന്റെ ഗ്രന്ഥങ്ങളിനെ ആരും കാണാൻ മലയാളത്തിൽ നമുക്ക് നഷ്ടപ്പെടാൻ പോവുകയാണോ? നമ്മുടെ കുട്ടികളൊക്കെ നമ്മുടേതല്ലാത്തവരായി മാറാൻ പോവുകയാണോ എന്നതിന് ഒരുപാട് തെളിവുകളുണ്ട്. ഞാൻ അടുത്താണ് കുഞ്ഞുണ്ണി മാഷയുടെ വീട്. അക്ഷരത്തിന്റെ അരമറിഞ്ഞ ആളാണ് കുഞ്ഞുണ്ണി മാഷ്. അക്ഷരമേ നിന്നെ എനിക്ക് ഇച്ഛ പിടിച്ചു, നിന്നിൽ അരമുള്ളത് കൊണ്ട് ആണ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്.
അക്ഷരത്തിൽ മലയാള അക്ഷരം എന്ന് എഴുതുമ്പോ അതിലൊരു അരമുണ്ടെന്ന് കണ്ടെത്തിയ ആളാണ്. അക്ഷരത്തിന്റെ അരം കൊണ്ടാണ് നമ്മൾ മനസ്സിനെ രാഗി പരുവപ്പെടുത്തുക, മനസ്സംസ്കരണം സാധ്യമാക്കുക. അത് മലയാളത്തിലൂടെയാണ് നമ്മൾ മലയാളികള് ശ്രദ്ധിക്കുക. അതുകൊണ്ടാണ് കുഞ്ഞുണ്ണിമാഷ് പറഞ്ഞത്, നമ്മുടെ കുട്ടികളെ കൊണ്ട് നമ്മൾ ഒരിക്കലും മമ്മി ഇന്നും ഡാഡിന്ന് നമ്മളെ വിളിപ്പിക്കരുതെന്ന് പറയും. എന്താ മാഷെ അങ്ങനെ വിളിപ്പിച്ചാല് അപകടമാണ്. എന്താ അപകടം വെച്ചാല് നമ്മൾ മലയാളത്തിൽ ചിന്തിക്കുന്ന ആളുകളാണ്. നമ്മൾ മലയാളത്തിലാണ് സ്വപ്നം കാണുക, നമ്മൾ മലയാളത്തിലാണ് കൂർക്കം വലിക്കുക. അത്രയും മലയാളികളായ നമ്മൾ എന്ത് ചിന്തിക്കുമ്പോഴും മലയാളമായിട്ട് ചിന്തിക്കുക. അച്ഛനെ കയറിയിട്ട് ഡാ ഡി എന്ന് വിളിക്കുമ്പോ ഡാ മാത്രമല്ല അത്ര അതിൽ ഡി ഉണ്ടെന്ന് പറയണം. ഡാ പ്ലസ് ഡി രണ്ടും കൂടിയിട്ട് അച്ഛനെ ഡാ ഡി സന്തോഷമായി അച്ഛൻ. മമ്മി എന്താ മുതൽ നിസ്സാര കാര്യമാണോ? മമ്മി ഈ ജിത്തിൽ ശവങ്ങൾ ഉണക്കി വെക്കുന്ന രൂപത്തിൽ ഫ്രഷ് ശവാവ് നൂറ്റാണ്ടുകളൊക്കെ ഉണക്കി വെച്ച് ശവത്തിനെ വിളിക്കുന്ന പേരാണെന്ത്? മമ്മി. നമ്മുടെ പെറ്റമ്മയുടെ മുഖത്ത് കിട്ടും മമ്മി ശവമേ. ഇതെല്ലാം കാര്യമുണ്ട്. എന്റെ അച്ഛൻ, എന്റെ ഉപ്പ, എന്റെ വാപ്പ, എന്റെ അപ്പച്ചൻ, എന്റെ അമ്മച്ചി, ഇതാണ് എന്റെ അപ്പച്ചൻ എന്ന് പറയുമ്പോഴത്തെ ഒരു സൗന്ദര്യം. ഇതാണ് എന്റെ ഡാഡി എന്ന് പറയുമ്പോൾ കിട്ടില്ല. നമ്മളെ സത്യസന്ധത നമ്മൾ ഓരോ നിമിഷവും ഇല്ലാതാക്കുകയാണ്. കുഞ്ഞു കുട്ടിയെ അമ്മയെടുത്തിട്ട് ഇങ്ങനെ ചെറുപ്പത്തിലെ പഠിപ്പിക്കുകയാണ്. മം എന്ന് പറയൂ മമ്മി, മം എന്ന് പറയൂ കുട്ടിയെ. ആ കുട്ടി ചുണ്ട് പിളർത്തിയിട്ട് മാന്നൊരു വിളി കേൾക്കുമ്പോ അപ്പോഴാണ് അമ്മമാർക്ക് കവിതയുണ്ടാവുക. കടലിലെ അലകൾ തുള്ളി തുള്ളി നൃത്തം ചെയ്യുന്നത് അവർക്ക് തോന്നും. എല്ലാ മരങ്ങളും പൂക്കുന്നതായിട്ട് അവർക്ക് തോന്നും. സുഗന്ധം ഒഴുകി പോകുന്നത് അവർ അറിയും. ആ വിളി കേൾക്കുമ്പോ ആ വിളിയെയാണ് അവര് തല്ലിക്കെടുത്ത് ഇല്ലാതാക്കുന്നതെന്നാണ് ഏറ്റവും വലിയ സത്യം. എന്തായാലും ചരിത്രം അറിയാത്ത ആളുകളായിട്ട് നമ്മൾ മാറുകയാണ്. ഡിവൈഎഫ്ഐയുടെ സമ്മേളനത്തില് എനിക്ക് പറയാനുള്ളൊരു കാര്യം, ഡിവൈഎഫ്ഐന്റെ ഒരു വലിയൊരു മുദ്രാവാക്യമുണ്ട്. ഏറ്റവും ഇഷ്ടപ്പെട്ട മുദ്രാവാക്യം, ഡിവൈഎഫ്ഐക്ക് മാത്രം വിളിക്കാവുന്ന ഒരു മുദ്രാവാക്യമുണ്ട്. തിരിഞ്ഞു നിന്നിട്ട് ഇത്തിരി നേരം ചിന്തിച്ചവരാണ് ഞങ്ങൾ. തിരിഞ്ഞു നോക്കാത്തൊരു കാലഘട്ടത്താണ് നമ്മൾ ജീവിക്കുന്നത്. ഈ രാജ്യത്തെ ഇങ്ങനെയാക്കി തീർക്കുന്നതിൽ നമ്മൾ വഹിച്ചൊരു പങ്ക് അതാരും കാണുന്നില്ല. എങ്ങനെ കാണും? വായനയില്ലാത്തൊരു കാലത്ത്, ചരിത്രം അറിയാത്ത ഒരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. ഈ മണ്ണിനെ ഇങ്ങനെ ഉഴുതുമറിക്കാൻ എത്ര ആളുകളുടെ വിയർപ്പ്, എത്ര ആളുകളുടെ രക്തം, അതൊന്നും ആളുകൾക്കൊരു വശമില്ല. ഇവിടെ പട്ടിണി ഇല്ലാതാക്കാൻ വേണ്ടി നടത്തിയ സമരങ്ങൾ, കേളപ്പജിയും AKGയും നടത്തിയ ക്ഷേത്ര വിളംബര സമ്മേളനങ്ങൾ ഒന്നും ഓർമ്മയില്ല. എത്ര ഭൂപരിഷ്കരണ ബില്ലുകള് ആർക്കും ഓർമ്മയില്ല. കൂലി നമുക്കിന്ന് കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതിന് ഉത്തരവാദികളായിട്ട് പണിയെടുത്ത ആളുകൾ ആര്? എല്ലാം മറന്നു. ചരിത്രം ഓർമ്മയില്ല. ലളിതാംബിക അന്തർജനത്തിന്റെ ഒരു കഥയുണ്ട്. ധീരേന്ദു മഞ്ചുന്താരുടെ അമ്മ എന്നാണ് ആ കഥയുടെ പേര്. അതിൽ ധീരേന്ദു മഞ്ചുന്താരുടെ അമ്മയ്ക്ക് 90 വയസ്സായി. 5 മക്കൾ അവർ ഇന്ത്യക്ക് വേണ്ടി ബലികൊടുത്തു, 4 പേരെ പാകിസ്ഥാനും. എന്നിട്ട് പുതിയ തലമുറയിലെ മക്കളെ മുഴുവൻ മക്കളായും പേരക്കുട്ടികളായും ദത്തെടുത്തു. ആ അമ്മ ചോദിക്കുകയാണ്, നിങ്ങൾ അറിയുമോ എന്റെ മകൾ മിന്നിധയെ? അവരുടെ ഒറ്റ തോഴിയാണ് ലൈല. കണ്ണീര് കണ്ടാൽ വിതുമ്പും, രക്തം കണ്ടാൽ തല കറങ്ങും. ആ കുട്ടിയാണ് ചാർത്തഹയിലെ യൂറോപ്യൻ ക്ലബിന് ബോംബെറിഞ്ഞ് പൊട്ടാസ്യം സൈലന്റ് നിന്ന് മരിച്ചത്. അവരുടെയൊക്കെ രക്തത്തിൽ കൃത്ത സ്വാതന്ത്ര്യമാണ് നിങ്ങളിന്ന് അനുഭവിക്കുന്നത്. നമ്മള് പൊട്ടി വീണ ആളുകളല്ല. നമ്മള് ഇവിടെ ഈ തലമുറ ആലോചിക്കേണ്ട ഒരു കാര്യമുണ്ട്, അല്ലെ? ഈ തലമുറയ്ക്ക് ആലോചന ഇല്ല എന്നുള്ള കാര്യം ഒറ്റ കാരണം കൊണ്ട് നമുക്കറിയാവുന്നതാണ്. എന്തുകൊണ്ടാണ് സന്തോഷ് പണ്ഡിറ്റിന്റെ പടങ്ങൾക്ക് ഇത്രയും ആളുകൾ കയറിയത്? നമ്മൾ ആലോചിക്കേണ്ട ഒരു കാര്യം, യുവജന സംഘടനയായി ആലോചിക്കേണ്ട കാര്യമാണ്. വായനയില്ല. അവരൊക്കെ നെറ്റിന്റെ മുന്നിലിരിക്കുകയാണ് കുറെ യുവാക്കൾ. എന്നിട്ട് തപ്പുകയാണ്, നല്ല കാര്യങ്ങളല്ല അവര് നോക്കുന്നത്. എന്താണ് ഏറ്റവും മോശപ്പെട്ട കാര്യം? ഏറ്റവും മോശപ്പെട്ട പാട്ട് ഏതാണ്? പൂതറ എന്നൊരു സെക്ഷൻ എടുക്കും. അതിൽ ഏറ്റവും മോശപ്പെട്ട പാട്ടുകള് കിട്ടും. അത് മുഴുവൻ കേൾക്കും. സന്തോഷമായി അറിയാതെ ഇതിന് അവനെ അങ്ങ് തെറി വിളിക്കുക. ചങ്ക് കളയ്ക്കുന്നവരവനെ തെറി വിളിക്കുക. എല്ലാവർക്കും തെറി വിളിക്കുക. എല്ലാവരും കൂടി തെറി വിളിക്കുക. വല്ല കാര്യമുണ്ട്? ഒരു മോശപ്പെട്ട ഒരു സംഭവം ഉണ്ടെങ്കിൽ അതിന് നമ്മൾ മൈൻഡ് ചെയ്യരുത്. അതിന് നമ്മൾ കാണാതെ വിടുക. ഇതങ്ങനെയല്ല, അതിന്റെ പിന്നാലെ പോവുക. എന്നിട്ട് ആരെങ്കിലും അതുപോലത്തെ ഒരു സിനിമ പിടിച്ചാൽ സിനിമ തിയേറ്ററിലേക്ക് പോവുക. സിനിമ ആരും കണ്ടിട്ടില്ല, അയാൾ നമ്മുടെ മുന്നിൽ ഇരുന്നു. അയാൾ പാവമായിരിക്കും, നല്ല ആളാണ്, എനിക്കറിയില്ല അയാൾ അങ്ങനത്തെ. പക്ഷെ അദ്ദേഹത്തിന്റെ സിനിമ കാണാൻ പോയ ഒരാളാണ് അയാളെ കൊണ്ടത് പറയിപ്പിച്ചത്. ഞാനാണ് സൂപ്പർ സ്റ്റാർ എന്ന് അദ്ദേഹത്തിന് പറയിപ്പിച്ചു. ഞാൻ 5 ലക്ഷം മുടക്കിയിട്ട് ഞാൻ കോടികൾ കൊയ്തു എന്ന് പറയാൻ ഉത്തരവാദിയായ ആരാണ്? വളരെ മോശമാണ്.
അത് നമ്മുടെ തലമുറ, മലയാളത്തിന്റെ തലമുറയ്ക്ക് ചേർന്നതല്ല. പണ്ട് നമ്മളെ തമിഴിനെ കളിയാക്കും. തമിഴർക്ക് ബുദ്ധിയില്ലാത്ര. ആ ബുദ്ധിയിലാവും കാരണം എന്താ വെച്ചാല് അവർ കഴുതപ്പാല് കുടിക്കുന്നതാണ് അവർക്ക് ബുദ്ധിയില്ലാത്തത്. ആ ബുദ്ധിയില്ലാത്തതുകൊണ്ടാണ് MGRന്റെയും ജയലളിതയുടെ ഫോട്ടോ ഒക്കെ വെച്ച് പൂജിക്കുന്നത്. ഇന്ന് ഏത് മൂലയിലാണ് നമ്മൾ മോഹൻലാലിന്റെയും മമ്മൂട്ടിയുടെയും ദിലീപിന്റെയും കലാഭവമണിയുടെ ആരൊക്കെ നടന്മാരുടെ എല്ലാവരുടെ ഫോട്ടോ വെച്ച് പൂജിക്കുന്ന ആളായി നമ്മള് തമിഴന്മാരിൽ നിന്ന് 40 കൊല്ലം പിറകോട്ട് പോയിരിക്കുകയാണ്. അപ്പൊ നമ്മള് ഇത് അത്ര നല്ല കാലമാണോ എന്ന് ചോദിച്ചാൽ അത്ര നല്ല കാലമല്ല. അത് വളരെ മോശപ്പെട്ട ഒരു കാലമാണോ എന്ന് ചോദിച്ചാലും അതുമല്ല. എന്നാൽ ഇത് പണ്ഡിറ്റ് ജവഹർലാലിന്റെ സോഷ്യലിസ്റ്റ് ഒക്കെ ആഹ്വാനം ചെയ്തൊരു കാലം അതുമല്ല. രവിശങ്കർ പണ്ഡിറ്റിന്റെ സംഗീതാത്മകമായൊരു കാലമാണോ എന്ന് ചോദിച്ചാൽ അതുമല്ല. സന്തോഷ് പണ്ഡിറ്റിന്റെ ഒരു കാലമാണോ എന്ന് ചോദിച്ചാൽ നമ്മൾ സംശയിക്കേണ്ടി വരുന്നത് ഇത്തരം കാര്യങ്ങൾ കൊണ്ടാണ്. അങ്ങനെ ആവാൻ പാടില്ല. മലയാളം ഡിവൈഫാരുള്ളൊരു മലയാളം അങ്ങനെ ആവരുതെന്നാണ് എന്റെ ആഗ്രഹം. എന്തായാലും ഇവിടേക്ക് വിളിക്കുകയും ഈ പാട്ടിന്റെ നിറമുള്ള ഈ വേദിയിൽ എന്നെ വിളിച്ചു വരുത്തിക്കൊണ്ട് വലിയ സന്തോഷം. എന്തായാലും കുറച്ച് കവിതകൾ ഞാൻ ചൊല്ലിയിട്ട് അവസാനിപ്പിക്കാം. പറയുന്ന കവിതകൾ ആദ്യം കുറച്ച് പറയാം, പിന്നെ കുറച്ച് ചൊല്ലാം. ആദ്യത്തെ കവിതയുടെ പേര് അധികാരികൾ എന്നാണ്. അധികാരികൾ അധികവും എലിയെപ്പോലെയാണ്, കണ്ടത് മുഴുവൻ കാരും. അധികം കാരുന്നത് കൊണ്ടാണ് അവരെ അധികാരികൾ എന്ന് വിളിക്കുന്നത്. ആ ചേർക്കാതെ അമർത്തി പറഞ്ഞാൽ ധിക്കാരികൾ എന്നും ആകും. എന്തായാലും അവരുടെ കയ്യിലാണ് അധികാരം, അതാണ് അവർക്കിത്ര ധിക്കാരം. മറ്റൊരു കവിതയുടെ പേര് കമ്പോളം എന്നാണ്. ഒരു മുതലറക്കുമില്ലാതെ മുതല ഒരാടിനെ തിന്നു. ആട്ടിറച്ചിയുടെ വർദ്ധിച്ചു വരുന്ന വിലയോർത്ത് ഞങ്ങൾ നെഞ്ചിൽ കൈവച്ചു. തവളക്കാലിന്റെ വിദേശ വിപണി ആരായാതെ ചേര തവളയെ വിഴുങ്ങി. ചേരവംശത്തിന്റെ ആധിപത്യം അവസാനിപ്പിക്കാൻ ഞങ്ങൾ ആയുധങ്ങൾ ഉയർത്തി. ഒരു വിലയുമില്ലാത്ത മനുഷ്യരെ കൊല്ലുന്നതിൽ ഞങ്ങൾ വ്യാകുലപ്പെട്ടില്ല. കാരണം അതൊന്നും കമ്പോളത്തിന്റെ വരുതിയിൽപ്പെട്ട കാര്യങ്ങളെ അല്ല. മറ്റൊരു കവിതയുടെ പേര് ആമ എന്നാണ്. ലോക റെക്കോർഡിട്ട് ആമ ഒന്നാമനായി. ആദ്യം പിന്നിട്ട മുയലൊന്ന് മയങ്ങി എന്ന് കരുതേണ്ട. ഉത്തേജക ഔഷധ വീര്യമേതുമില്ല. നിലയ്ക്കാത്ത കരഘോഷങ്ങൾക്കിടയിൽ മാധ്യമങ്ങൾ ആമയോട് ചോദിക്കുന്നു, ആമ കൊള്ളുന്ന പുറംകാഴ്ചയിലേക്ക് തല നീട്ടരുത്. അയൽക്കാരന്റെ നിലവിളിയോളം ഇഴഞ്ഞു നീങ്ങരുത്. സ്വന്തം മാളത്തിന്റെ സുരക്ഷയിൽ നിന്നും മത്സരത്തിന്റെ ഉത്സവ തിമിർപ്പിലേക്ക് ഒരു സുവർണ കുതിപ്പ്. ഇനി ഇവിടെ കുറച്ച് സ്ത്രീകളുണ്ട്. അവരെ കുറിച്ചുള്ള ഒരു കവിതയാണ് ചെറുത്. കവിതയുടെ പേര് പൊട്ടി എന്നാണ്. പൊട്ടി കരഞ്ഞാണ് അവളും ജനിച്ചത്. പൊട്ടി ചിരിച്ച് പിച്ച വെച്ചു. കരഞ്ഞും ചിരിച്ചും പെണ്ണായി. എന്നിട്ട് എല്ലാവരും അവളെ പൊട്ടി എന്ന് വിളിച്ചു. പ്രണയാഭ്യർത്ഥനയുമായി വന്നവൻ കയർത്തു. യെസ് ഓർ നോ, നീ എന്താ പൊട്ടിയാണോ? ഒരു പൊട്ടിപ്പെണ്ണിനെയാണ് തലയിൽ കെട്ടിവെച്ചതെന്ന് കെട്ടിയോ പൊട്ടിത്തെറിച്ചു. താനൊരു പൊട്ടിയല്ലെന്ന് ഈ ലോകത്തോട് പറയും മുമ്പേ അവൾക്ക് ഊമയാകേണ്ടി വന്നു. ഭൂമി പിളരുന്നതിനും മുൻപേ നേരം തെറ്റാതെ വന്ന ഒരു തീവണ്ടി അവളെ പരിഹസിച്ച് കൂവി കടന്നുപോയി. നിന്നെ കാണാൻ ചന്ദ്രനും കുഞ്ഞു പെണ്ണെന്നുള്ള പാട്ട് ഞാൻ എഴുതിയതാണെന്ന് ആരെങ്കിലൊക്കെ ദേശാമെങ്കിൽ ഇവിടെ മാതൃഭൂമിക്കടേക്ക് അറിഞ്ഞിരിക്കും. എന്തായാലും ഞാനത് പാടാം. നിന്നെ കൈയടിക്കില്ല ഒരു പാട്ടിന്റെ താളത്തിനെടുത്തു. നിന്നെ കാണാൻ എന്നെക്കാളും ചന്തം തോന്നും കുഞ്ഞിപ്പെണ്ണ്, എന്നിട്ടെന്തേ നിന്നെ കിട്ടാൻ ഇന്നുവരെ വന്നില്ലാരും. ചന്തേക്കാറില്ലേലും ചന്തമര കണ്ടില്ലേലും മുട്ടിറങ്ങി മൂടിയില്ലേലും മുല്ലമുട്ടിൻ പല്ലില്ലേലും എന്നാലത്തെ കുഞ്ഞിപ്പെണ്ണെ നിന്നെ കാണാൻ ചന്തം തോന്നും, എന്നിട്ടെന്തേ നിന്നെ കെട്ടാൻ ആണൊരുത്തൻ വന്നില്ലല്ലോ. മിന്നുമില്ല, കഴുത്തിലാണേലക്കുമില്ല, കയ്യിലാണേൽ വളയുമില്ല, കാലിലെന്നാൽ കൊലസുമില്ല. എന്നാലെന്തേ കുഞ്ഞിപ്പെണ്ണെ നിന്നെ കാണാൻ ചന്തം തോന്നും, എന്നിട്ടെന്തേ നിന്നെ കെട്ടാൻ ഇന്നുവരെ വന്നില്ലാരും.
നാളൊരു തന്നാശ തോന്നി എന്നെ കാണാൻ വരുമൊരിക്കൽ. ഇല്ലെന്താ നല്ല പെണ്ണെ അരിവാടുണ്ട് ഞാൻ കഴിയും. ഇല്ലെന്താ നല്ല പെണ്ണെ അരിവാടുണ്ട് ഞാൻ കഴിയും. നിന്നെ കാണാൻ വർത്തമാനം കവിതയൊക്കെ കേട്ട എല്ലാവരോടും വലിയ നന്ദിയുണ്ട്, സ്നേഹമുണ്ട്. പ്രത്യേകിച്ച് തന്നെ ഇവിടെ വിളിച്ച ആളുകളോട്, ഡിവൈഎഫ്ഐന്റെ പ്രവർത്തകരോട് ഒരു കഥയുണ്ട്. ഒരു ഗുരുവിനോട് ശിഷ്യന്മാര് ചോദിച്ചുകൊണ്ടേയിരുന്നു. ഗുരു എന്ന് പറഞ്ഞാൽ വെള്ള തലമുടിയും വെള്ളിത്താടിയുമുള്ള ഒരാൾ. ഒരു പീഠത്തിലാണ് ഇരിക്കുന്നത്. കുറെ ആളുകൾ മുന്നിലുണ്ട്. അവരൊരു സംവാദത്തിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഒരു കുട്ടി ചോദിച്ചു, ഗുരു എപ്പോഴാണ് പ്രഭാതമാകുന്നത് എന്ന്. അപ്പൊ ഗുരു ഒന്ന് പുഞ്ചിരിച്ചു. ഒരു കുട്ടി എഴുന്നേറ്റ് വന്ന് ചോദിച്ചു, കുട്ടി ഗുരു ആട്ടിൻകുട്ടികളെയും ചെന്നായ്ക്കളെയും തിരിച്ചറിയുന്ന ഒരു സമയത്തെയാണോ ഗുരു പ്രഭാതമായി എന്ന് നാം കരുതേണ്ടത് എന്ന് ചോദിച്ചു. മറ്റൊരു കുട്ടി പറഞ്ഞു, ആലിലകളെയും മാവിലകളെയും പേരാലിന്റെ ഇലകളെയും ദേവദാരു വൃക്ഷങ്ങളുടെ ഇലകളെയും ഒക്കെ നമുക്ക് വേർതിരിച്ച് കാണാവുന്ന ഒരു സമയത്തെയാണോ ഗുരു പ്രഭാതമായി എന്ന് നാം കരുതേണ്ടതെന്ന് പറഞ്ഞു. മറ്റൊരാള് മലമുകളിലേക്ക് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പറഞ്ഞ മലമുകളിൽ എന്തോ ഒന്നുണ്ട്. ഒരു പക്ഷേ അതൊരു വൃക്ഷം തന്നെയായിരിക്കാം, അല്ലെങ്കിൽ അതൊരു കുത്തനെയുള്ള പാറയാകാം. പക്ഷെ വളരെ അടുത്ത് നോക്കുമ്പോഴാണ് അതൊരു മൺവീടാണല്ലോ എന്ന വസ്തുത നമുക്ക് മനസ്സിലാവുന്നത്. അങ്ങനെ വസ്തുതകൾ ബോധ്യമാകുമ്പോഴാണ് ഒരു പ്രഭാതമായി എന്ന് നാം കണക്കാക്കേണ്ടതെന്ന് ചോദിച്ചു. ഗുരു പറഞ്ഞപ്പോഴൊന്നുമല്ല. നിന്റെ കൺമുന്നിലൂടെ വരുന്ന ഒരാൾ, അയാൾ ആരായാലും നിനക്ക് എപ്പോഴാണ് അയാൾ നിന്റെ സഹോദരനായിട്ട് കാണാൻ കഴിയുക? അപ്പോഴാണ് പ്രഭാതമാവുക, അപ്പോഴാണ് സൂര്യൻ ഉദിക്കുക. നമ്മുടെ മാറിലെ ചുവന്ന സൂര്യൻ, ഡിവൈഎഫ്ഐന്റെ കൊടിയടയാളം അപ്പോഴാണ് വരിക. എന്തായാലും ഹൃദയത്തിൽ രക്താങ്കിതമായ നക്ഷത്രമുള്ള നമ്മുടെ കുട്ടികൾ ഈ നാടിന്റെ മോചനത്തിനായി പ്രവർത്തിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് വളരെ ആത്മാർത്ഥതയോടെ ആദരവോടെ ഈ സന്ധ്യ ഉദ്ഘാടനം ചെയ്തിട്ട് ഞാൻ നിങ്ങളെ അറിയിക്കുന്നു.